രാജീവ് ചന്ദ്രശേഖറിൻ്റെ വഴിയെ ഒരാൾ കൂടി ബി ജെ പിയുടെ അധ്യക്ഷനായിട്ട് വരികയാണ്. തമിഴ്നാട്ടിൽ നയിനാർ നാഗേന്ദ്രൻ. രണ്ടുപേരും RSS വഴിയല്ല വരുന്നത്. പക്ഷേ നയിനാർ നാഗേന്ദ്രന് കുറച്ചുകൂടി ബി ജെ പി എക്സ്പീരിയൻസ് ഉണ്ട്. സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം. ബി ജെ പി എക്സ്പീരിയൻസ് മാത്രമല്ല, ADMK ആയിരുന്നു, ADMKയുടെ മന്ത്രിയായിരുന്നു. എന്നിട്ട് ബി ജെ പിയിലേക്ക് മാറി വന്ന ആൾ. കുറച്ചുകൂടെ ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ ബി ജെ പിയിൽ കുറേ കാലമൊക്കെ ബി ജെ പിയുടെ അടിസ്ഥാന പ്രവർത്തകരെയൊക്കെ അറിയാമെന്ന് നോക്കാം. രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയല്ല. തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു, വലിയ തോതിൽ നല്ല മത്സരം ഉണ്ടാക്കുന്നു, അങ്ങനെ ബി ജെ പിയുടെ അധ്യക്ഷനാവുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായപ്പോൾ മറ്റു രാഷ്ട്രീയക്കാർക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം തൊഴിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ സങ്കുചിതമായ രാഷ്ട്രീയ നേട്ടങ്ങൾ മാത്രമാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു ടെക്നോക്രാറ്റാണ്. അദ്ദേഹം ഒരു വിഷണറിയാണ്. അങ്ങനെ ഒരു വലിയ ദിശാബോധമുള്ള, സാങ്കേതിക ജ്ഞാനമുള്ള, ഒരു പ്ലാനുള്ള ഒരാൾ പാർട്ടി അധ്യക്ഷനായി വന്നതിൻ്റെ ഗുണം ബി ജെ പിക്കുണ്ടോ, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൻ്റെ ജാള്യതയുണ്ടോ? അതിനകത്ത് പ്രാഥമികമായിട്ട് ഗുണം ബി ജെ പിക്ക് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. പ്രത്യക്ഷത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ അപകടം നേരിടാൻ പോകുന്നത് കോൺഗ്രസ്സുമാണ്. CPM-നെ സംബന്ധിച്ചിട്ട് അവരുടെ ഒരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂട് ഭയങ്കര ശക്തമായി ഇപ്പോഴും ഇവർ നിലനിർത്തുന്നുണ്ട്. വിശേഷിച്ചും താഴെ തലം മുതൽ മുകൾ തലം വരെ കേരളത്തിൽ വളരെ സജീവമായിട്ട് നിർത്തുന്നുണ്ട് സാധനം. അതുകൊണ്ട് അവർക്കും ഒരു ആഘാതം, അതല്ലെങ്കിൽ ഈ സാധാരണ പോലെ കുറച്ച് മെനക്കെടേണ്ടി വരും. അത്യാവശ്യം ചില കാര്യങ്ങളിൽ മറുപടി പറയാൻ വേണ്ടിയിട്ട് കുറച്ച് പഠിച്ചിട്ട് പറയേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷെ കോൺഗ്രസിൻ്റെ അവസ്ഥ അതല്ല. കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അവിടെ ആരെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ തിരിച്ച് ഏതെങ്കിലും ഒരു പഴമൊഴി എടുത്ത് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് വികാര വിക്ഷോഭങ്ങൾ പ്രകടിപ്പിച്ചിട്ട് ഈ ഗോളടിക്കുക എന്നുള്ളൊരു പ്രക്രിയ ഉണ്ടായിരുന്നു കേരളത്തിൽ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗോളടി പ്രക്രിയയും മാധ്യമങ്ങളുടെ സാന്നിധ്യവും, മാധ്യമങ്ങൾക്കും ഈ ചാനലുകളൊക്കെ ഒന്ന് രസമാണ്, മാധ്യമങ്ങൾക്ക് ഒരു രസമാണ് സാർ. അപ്പം അതിനകത്ത് അവർ ഉപജീവനം നടത്തി പോകുമായിരുന്നു. കാര്യമായ മാധ്യമ പ്രവർത്തനത്തിലേക്ക് പോകേണ്ട, സൂക്ഷ്മതമായ മാധ്യമ പ്രവർത്തനത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ആളുകളുടെ വായിൽ വീഴുന്നത് എടുത്താൽ മതി. രാജീവ് ചന്ദ്രശേഖർ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ഇൻ്റർവ്യൂസ് ഒക്കെ വളരെ ശ്രദ്ധിച്ച് ക്രിസ്പാണ്. ഈ കുട്ടികളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം എന്നുള്ള എൻ്റെ ഒരു സജഷൻ അതാണ്. കാരണം എന്ന് വെച്ചാൽ പുള്ളി ടൈമിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നതായിരുന്നു. പുള്ളി സമയം എങ്ങനെ വിനിയോഗിക്കണം എന്നറിയാവുന്ന ഒരു കക്ഷിയാണ് പുള്ളി. വാ തുറക്കുന്നതിന് പോലും, ഒരു വാചകം ഉച്ചരിക്കുന്നതിന് പോലും അതിൻ്റെതായ സമയം ആവശ്യമാണ് എന്ന് ബോധ്യമുള്ള വ്യക്തിയാണ്. കാര്യം പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ആ ഒരു തോട്ട് പ്രോസസ്സ് അങ്ങനെയാണ്. കാര്യം അദ്ദേഹം ഈ പറഞ്ഞ ഇന്റലിൻ്റെ ചിപ്പിൻ്റെ ആ ഒരു നിർമ്മാണ ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന വിദഗ്ധനായിട്ടുള്ള സാങ്കേതിക വികസനം കൂടിയാണ് പുള്ളി. അപ്പോൾ ആ മൈന്യൂട്ട് ആസ്പെക്റ്റിൽ, സട്ടിൽ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ആ ആസ്പെക്റ്റിലൂടെ മാത്രമേ പുള്ളി കാര്യങ്ങൾ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് പുള്ളിക്ക് ഈ ബ്ലാബ്ലാസ് വരാത്തത്. അതെ, മാത്രമല്ല അദ്ദേഹത്തിന് ശീലമുണ്ട്. പിന്നെ പുള്ളിക്ക് സ്പെസിഫിക്സ് വേണം. കൃത്യമായ മെഷേർഡ് ഡേറ്റ ഉണ്ടെങ്കിലേ പുള്ളിക്ക് ഒരു കാര്യം ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ പുള്ളിയുടെ ഒരു ശീലത്തിൻ്റെ ഭാഗവും പുള്ളിയുടെ ബിസിനസ് നടത്തിയിരുന്ന ഭാഗവും രീതിയും. കാര്യം പുള്ളിയുടെ ബിസിനസ്സിൻ്റെ അടുത്ത് നോക്കിയാൽ അറിയും, പുള്ളിക്ക് പരിചയമുള്ള ബിസിനസ് മേഖലയിലല്ല പുള്ളി ഓരോ സന്ദർഭങ്ങളിലും പുള്ളി വിജയം നേടിയിട്ടുള്ളത്. എല്ലാം പുതിയ മേഖലകളിലാണ്. അവിടെ എല്ലാം ഉള്ള ഒരു പ്രത്യേകത കാണുന്നത്, ഇയാൾ പഠനത്തിന് ഭയങ്കര വിദഗ്ധനാണ്. ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതിന്. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെ പറയാറുണ്ട്, 35 ദിവസം എനിക്ക് തിരുവനന്തപുരത്ത് കിട്ടിയുള്ളൂ. ഇത്രയും വലിയ വിജയം. സത്യം പറഞ്ഞാൽ 16,000 അല്ലേ വോട്ടിൻ്റെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ശശി തരൂർ എന്ന് പറയുന്ന വിശ്വപൗരൻ ആയിട്ടുള്ള അവകാശപ്പെടുകയോ. പക്ഷെ അദ്ദേഹത്തിന് ഗ്ലാമറൊക്കെ ഉള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹം വെള്ളം കുടിച്ചു ശരിക്കും. അപ്പൊ ശരിക്കും തരൂർ പേടിച്ചു പോയി. അതായത് ഒരു നിലവാരത്തിന് നിരക്കാത്ത വർത്തമാനം പറയാത്ത തരൂര് ഒരുപാട് താഴേക്കിറങ്ങി വന്ന് വർത്തമാനം പറയേണ്ട ഒരു അവസ്ഥ വന്നു. ശരിക്കും പറച്ചു. അവിടെ ഇദ്ദേഹം പറയുന്നത് 35 ദിവസമേ കിട്ടിയുള്ളൂ എന്ന്. ശരിയാ, തിരുവനന്തപുരം പോലൊരു വലിയ മണ്ഡലത്തിൽ വൈവിധ്യമാർന്ന ഡെമോഗ്രഫി, അതായത് വ്യത്യസ്ത ജനങ്ങളുടെ ജീവിത രീതികളൊക്കെ ഉള്ള പ്രദേശത്ത് പുള്ളിക്ക് പഠിക്കാനും അത് അവിടേക്ക് എല്ലാവരിലേക്കും ഇറങ്ങിച്ചെല്ലാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഓരോ വിഷയങ്ങളിൽ, ഇപ്പം മത്സ്യത്തൊഴിലാളികളുടെ വിഷയമാണെങ്കിൽ പുള്ളി അതിൻ്റെ റൂട്ട് കാസ്, അതിൻ്റെ മൂല കാരണത്തിലേക്ക് പോയിട്ട് കാരണം അനലൈസ് ചെയ്തിട്ട് അത് പഠിച്ചിട്ട് എന്താണ് അത് പരിഹാരം ചെയ്യേണ്ടതെന്നുള്ളത് നിർദ്ദേശിക്കുകയും ചെയ്തിട്ട് അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു പറയും. മാത്രമല്ല പുള്ളിയുടെ സംഭാഷണത്തിൻ്റെ ഈ ക്രിസ്പ്നെസ് കാരണം അത് കേൾക്കുന്നവർക്കും പെട്ടെന്ന് തോന്നും അത് കൊള്ളാലോ, ഇത് നടപ്പിലാക്കുമെന്ന് തോന്നും. കാര്യം അവർക്ക് പോലും കാണാത്ത വശങ്ങൾ ഈ ഇദ്ദേഹം സംസാരിക്കുമ്പോൾ അവരിലേക്കത് ലഭ്യമാകും. അപ്പോൾ അവരനുഭവിക്കുന്ന വിഷയമാണെങ്കിലും ആ അനുഭവിക്കുന്ന വിഷയം എന്താണെന്ന് പുള്ളി അനലൈസ് ചെയ്ത് അവതരിപ്പിക്കുന്ന രീതിയുണ്ട്.
അവിടെയാണ് ആ സാങ്കേതിക വിദഗ്ധൻ്റെ മികവ് വരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ ക്രിസ്പായി മാറുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ചിപ്പ് നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സംഭാഷണത്തിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു വാക്ക് വെറുതെ എന്തുകൊണ്ട് എന്നൊക്കെ ചില വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറില്ലേ, അതുപോലൊരു സാധനം പറ്റത്തില്ലല്ലോ. ചിപ്പിനകത്ത് വെറുതെ ഒരു സാധനം ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സൂക്ഷ്മതയാണ് അദ്ദേഹത്തിൻ്റെ ഈ സാമൂഹ്യ ശാസ്ത്ര പഠനത്തിലും പുള്ളി സ്വീകരിക്കുന്നത്. അല്ല, ഞാൻ നോക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വോട്ടർമാരിൽ നല്ല ശതമാനം യങ്സ്റ്റേഴ്സാണ്. 18 വയസ്സ് വോട്ടവകാശമാണല്ലോ. അപ്പോൾ ചെറുപ്പക്കാർ നോക്കുമ്പോൾ പുതിയ കാലത്തിന് പറ്റുന്ന ഒരാൾ, പുതിയ ടെക്നോളജിയുടെ ആൾ, പുതിയ കാലത്ത് എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ നാട്ടിൽ വേണമെന്ന് കൃത്യമായി പറയുന്ന ഒരാൾ, അതിനെക്കുറിച്ചൊരു വിഷനുള്ള ആൾ. നമ്മുടെ മറ്റ് രാഷ്ട്രീയക്കാരെ നോക്കുമ്പോൾ പിണറായി വിജയനാണേലും സതീശനാണേലും സുധാകരനാണേലും ഇവർക്കൊന്നും ഇത്തരം ക്വാളിറ്റീസ് ഇല്ല. ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് വേണ്ടത് കൂടുതൽ നല്ല ലോകവും കൂടുതൽ നല്ല ജീവിതവും കൂടുതൽ നല്ല സൗകര്യങ്ങളുമാണ്. ഇതേക്കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് അറിയത്തുമില്ല, അവർക്ക് ടെക്നോളജി ഇല്ല, അവർക്ക് അതിൻ്റെ ഐഡിയാസ് ഇല്ല, വിഷൻ ഇല്ല. അങ്ങനെ സംസാരിക്കുന്ന ആളുകൾക്ക് പിണറായി വിജയൻ, രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ ഗോവിന്ദൻ, സുധാകരൻ, സതീശൻ എന്നൊക്കെ വെക്കുമ്പോൾ ഒരൊറ്റയാൻ്റെ തലയെടുപ്പോടെ രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു AI കോൺഫറൻസിൽ പോയി സംസാരിച്ചു. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെയും മേഖലയിൽ ഇന്ന് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു 4 മണി, ഈ 4 മണി വരെ നടന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ട് രാജീവ് ചന്ദ്രശേഖരൻ അറിയാം. ഇതാണെന്ന് ലോകത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ മാറ്റിക്കൊണ്ടിരിക്കുന്ന ലോകത്തിനാണ് പുതിയ ടാലൻസിനെ ആവശ്യമുള്ളത്. അവിടെയാണ് അവസരങ്ങൾ കിടക്കുന്നത്. ഇത് രാജീവ് ചന്ദ്രശേഖരന് നന്നായിട്ട് അറിയാം. അത് അയാൾ അപ് ടു ഡേറ്റ് ആണ്. ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് പോലും അറിയാത്ത സംഗതികൾ ഇദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇവിടെ വന്നിറങ്ങിയ സമയത്ത് അന്ന് മുതൽ ഇന്ന് വരെ ആവർത്തിക്കുന്ന ഒരു സിംഗിൾ പോയിന്റ് അജണ്ടയുണ്ട് പുള്ളിക്ക്. ഒന്ന്, വികസനം, അതെല്ലാ വീടുകളിലേക്കും പുള്ളി എത്തിക്കുക. 2, ടാലൻസ് ഉള്ളിടത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുത്തുള്ളൂ. ഓപ്പർച്യൂണിറ്റീസ് ഉള്ളിടത്തേക്ക് ടാലൻസ് പോകും. കേരളത്തിൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, അതുകൊണ്ട് കേരളത്തിലെ ടാലൻസ് എല്ലാം പുറത്തേക്ക് പോകുന്നു. അതുകൊണ്ട് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല. മനസ്സിലായല്ലോ? ഇതാണിന്ന് കേരളം നേരിടുന്ന പ്രശ്നം. ഇന്ന് വ്യക്തമായിട്ട് പുള്ളിക്ക് ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കേരളത്തിലെ ജനങ്ങളിലേക്കും ചെറുപ്പക്കാരിലേക്കും, സുല്ലു പറഞ്ഞതുപോലെ ചെറുപ്പക്കാരിലേക്ക് ആ ഒരു എത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിന് വേണ്ട രീതിയിൽ എന്ത് പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ചിന്തയിലും അത്തരം പദ്ധതികളിലേക്ക് ഊന്നിക്കൊണ്ട് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു അനുകൂലമായ ഘടകവും ഉപയോഗിച്ചുകൊണ്ട് വികസനങ്ങളുടെ കൊണ്ടുവരാനുള്ള പദ്ധതികളുമൊക്കെ ഇട്ട് ഈ ഒരു ആശയവും പ്രതീക്ഷയും യങ്സ്റ്റേഴ്സിലേക്ക് കൊടുക്കുക. അങ്ങനെ യങ്സ്റ്റേഴ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും BJP വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. യങ്സ്റ്റേഴ്സിലേക്ക് വളർത്തുമ്പോൾ മനസ്സിലാക്കണം, ഒരു വീട്ടിൽ ഒരു 15 വയസ്സുകാരനോ 20 വയസ്സുകാരനോ ഉണ്ടെങ്കിൽ അവർക്ക് തങ്ങളുടെ ഭാവിയെക്കുറിച്ചിട്ട് ഒരു പ്രതീക്ഷയുള്ള ഒരവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ ആ വീടുകളിൽ വരുന്ന മാറ്റം ആലോചിച്ച് നോക്കുക. കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനും കടുത്ത കോൺഗ്രസ്സുകാരനും ആണെങ്കിലും തങ്ങളുടെ മകനോ മകൾക്കോ പ്രതീക്ഷ നൽകുന്ന ഒരു സാമൂഹികമായ മാറ്റം വരുന്നു എന്നറിയുമ്പോൾ അവരിലുണ്ടാവുന്ന ആ കുടുംബത്തിലുണ്ടാവുന്ന മാറ്റം ഒന്ന് ആലോചിച്ച് നോക്കും. ഇതാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ പ്രയോഗിക്കാൻ പോകുന്നത്. മറ്റൊന്നും കൂടി എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഈ ചെറുപ്പക്കാരുടെ കാര്യം പറയുമ്പോൾ ഇന്ന് പൊതുവിൽ ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയക്കാരോട് പുച്ഛാണ്. ഇതൊരു വെറുതെ ആളുകളെ പറ്റിച്ച്, എനിക്ക് പലപ്പോഴും നമ്മൾ ഈ സജീവ രാഷ്ട്രീയമൊന്നുമില്ല, രാഷ്ട്രീയം അറിഞ്ഞുകൂടാത്ത ചെറുപ്പക്കാർ എന്ത് രാഷ്ട്രീയം, അതൊക്കെ അവർക്ക് വേറെ കാശുണ്ടാക്കാനുള്ള പരിപാടി, നമുക്കൊന്നും ഒരു ഗുണമില്ല, ഇത് എന്തിനാ എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ പുച്ഛിക്കാൻ കഴിയില്ല രാജീവ് ചന്ദ്രശേഖരനെ. അദ്ദേഹത്തിൻ്റെ ക്രെഡൻഷ്യൽസ് അങ്ങനെയാണ്. അതെ, അത് ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്തിട്ട് ഏതെങ്കിലും മണമുള്ള പൂക്കൾ നമ്മളുടെ അടുത്തേക്ക് വന്നിട്ട് മണപ്പിക്കാൻ പറയൂ? ഇല്ലല്ലോ. നമ്മൾ അങ്ങോട്ട് പോയിട്ടാണ് മണക്കുന്നത്. അത് മണം അട്രാക്ട് ചെയ്യുകയാണ്. ഉദാഹരണത്തിന് ശശി തരൂരിനെ എടുക്കുക. ശശി തരൂർ ഇന്ത്യയിൽ ഏത് സിറ്റിയിൽ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ ജനം ഇടിച്ചു കയറും. അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഡെലിവറി ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന്റെ വായു നീ പറഞ്ഞതുപോലെ വളരെ ക്രിയേറ്റീവായിട്ടും അതുപോലെ കുട്ടികൾക്ക് കേട്ട് ഇപ്പോൾ 10 വയസ്സുള്ള കുട്ടികളായിട്ട് ശശി തരൂർ സംസാരിക്കുന്നത് കാണണം. വളരെ മനോഹരമായിട്ട് ആ 10 വയസ്സുകാരനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഏത് പ്രായത്തിലുള്ളവരെടുത്തും. അദ്ദേഹം അന്താരാഷ്ട്ര ഇപ്പോൾ ട്രംപിൻ്റെ അടുത്ത് പെരുമാറുന്നത് പോലെ തന്നെയാണ് ഒരു സാധാരണ കൈനോട്ടക്കാരൻ്റെ അടുത്ത് അദ്ദേഹം പെരുമാറുന്നത്. അത് അദ്ദേഹത്തിൻ്റെ അട്രാക്ഷനാണ്. അതിനെ നമ്മൾ ഇല്ലാന്ന് കണ്ടിട്ട് കാര്യമില്ല. അത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയാണ്. ഈ ക്വാളിറ്റി ഉള്ളിടത്തേക്ക് സ്വാഭാവികമായിട്ട് അട്രാക്ഷൻ ഉണ്ടാവും. ആ ഒരു ക്വാളിറ്റിയാണ് രാജീവ് ചന്ദ്രശേഖറിൽ നമ്മൾ കാണുന്നത്. കാരണം ഇന്നത്തെ ചെറുപ്പക്കാർക്കും ഇന്നത്തെ ലോകത്തിനും മാറുന്ന ലോകം എന്താണെന്ന് ഇവിടുത്തെ എത്ര രാഷ്ട്രീയക്കാർക്ക് അറിയാം. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രി, ഇടതുപക്ഷ കൺവീനർ, കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, ഇവർക്ക് ആർക്കെങ്കിലും ഇന്ന് മാറുന്ന ഈ ലോകം എന്താണെന്ന് അറിയാമോ? ശരിക്കും സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു 22 വയസ്സുകാരൻ വന്നിട്ട് ഒന്ന് സംസാരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ
ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ഗ്രൂപ്പ് വിദ്യാർത്ഥികൾ വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റില്ല, നമ്മുടെ ഒരു പറ്റില്ല. രാഷ്ട്രീയക്കാരനും പറ്റില്ല. പറ്റത്തില്ല. അവര് ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലൊക്കെ ധാരാളം സമർത്ഥരായ കുട്ടികളുണ്ട്. ഞാൻ ആലോചിച്ച് ചിരിച്ചെന്നറിയോ, നമ്മുടെ MP-മാർ പാർലമെന്റിൽ പോയി നടത്തുന്ന പ്രകടനം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും CPM-ന്റെ റഹീമിനെ പോലെയുള്ള ആളുകളുടെയൊക്കെ പ്രസംഗം കേട്ടാൽ നമുക്കൊരു കോമഡി ഷോ പോലെ അപ്പോഴാണ് നമുക്ക് ഈ കേരള സാർ 100% അതാണ് ഓർമ്മ വരിക. അതോർത്താണ് ഞാൻ ചിരിച്ചത്. അപ്പൊ അതാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു വലിയ പാപ്പരത്വമാണ്. ഉദാഹരണത്തിന് നമ്മൾ ഇന്നിപ്പോ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഇവിടെ കുസാറ്റിലൊരു നമ്മുടെ കേരളത്തിനെ ഇന്റർനാഷണൽ എഡ്യൂക്കേഷണൽ ഹബ്ബാക്കാനായിട്ട് കേരള ഗവൺമെന്റ് ശ്രമം നടത്തിയ ഒരു സെമിനാർ നടത്തി. യൂണിവേഴ്സിറ്റി എന്നിട്ട് പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു, ഈ ആഗോളതലത്തിലുള്ള വിദ്യാഭ്യാസ പിന്നെ ആവശ്യക്കാരെയും മറ്റുള്ളവരെയൊക്കെ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ജെൻഡർ ഇക്വാളിറ്റിയിൽ പുതിയ കോഴ്സുകൾ തുടങ്ങാൻ പോവാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ പാപ്പരത്വം ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് ലോകം മുഴുവനുള്ള ഈ എന്ത് കോഴ്സുകൾ പഠിക്കണമെന്ന് പോലും ഇപ്പം നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ ഇവിടുത്തെ IIT-കളിലേക്ക് കോഴ്സുകൾ മുഴുവൻ റീവാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ എങ്ങനെ പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണം എന്നുള്ള ചിന്തയിലാണ് അവർ. അപ്പം അങ്ങനെ ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ജെൻഡർ ഇക്വാളിറ്റി. അതേപോലെ തന്നെ നമ്മൾ അവിടെ വരെ എത്തിയതേ ഉള്ളൂ. നമുക്ക് ഇവിടുത്തെ വാസ്തവം പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രൈമറി സ്കൂളിൽ പോലും നമുക്കൊരു നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇപ്പൊ നോക്കൂ, ഈ ഓൾ പ്രൊമോഷൻ നിർത്തിയതോടുകൂടി എത്ര കുട്ടികളാണ് തോറ്റുപോയത്? തീർച്ചയായും ലക്ഷക്കണക്കിന് കുട്ടികൾ തോറ്റുപോയി. മാത്രമല്ല ഇപ്പൊ തന്നെ നമ്മുടെ ഈ പിന്നെ വിദേശ സർവകലാശാലകൾക്ക് നമുക്ക് ഇവിടെ അനുമതി കൊടുത്തു. ഈ അനുമതി സത്യത്തിൽ നമുക്ക് ഈ സ്വകാര്യ മൾട്ടിനാഷണൽ അല്ലെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളുണ്ടല്ലോ, നമ്മളെല്ലായിടത്തും ബോർഡ് കാണും, നിങ്ങളുടെ ആരോഗ്യമാണ് ഞങ്ങളുടെ മുഖ്യ വരുമാനം. ഇല്ലേ, അവരെഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ നിങ്ങളുടെ ആരോഗ്യമാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതൊന്ന് നശിച്ച് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് 4 കാശുണ്ടാക്കാൻ. പക്ഷെ അവർ പറയുന്നത് എന്താണ്, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്, ഇല്ലേ? പക്ഷെ നമ്മളുടെ ഗതികേട് എന്താണ്, ഒരു വലിയ അസുഖം വന്നു കഴിഞ്ഞാൽ ഇവരെ ഡിപ്പെൻഡ് ചെയ്യാൻ നിവൃത്തിയില്ല, ഇല്ലേ? ഓപ്ഷൻ ഇല്ല. അപ്പോൾ ആ ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മളുടെ ആരോഗ്യത്തിന് നിലനിർത്തണോ വേണ്ടയോ എന്നുള്ള ഒരു അവസ്ഥയും ഒരു ഗതികേടും ഒരു സാധ്യതയും കൂടെ ചേർന്നുള്ള സാധനം. അതേപോലെയാണ് ഈ വിദേശ സർവകലാശാലയുടെ കാര്യം. അവരെല്ലാവരും വരുന്നത് നമ്മളുടെ കയ്യിൽ നിന്ന് പരമാവധി ഊറ്റാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനകത്തുകൂടെ ഈ പറഞ്ഞ മത്സരത്തിന്റെ ഭാഗമായിട്ട് ചില വിദ്യാഭ്യാസ പദ്ധതികളൊക്കെ കടന്നു വരും. അപ്പോൾ അതൊരു അനുകൂല ഘടകമാണ്. അപ്പോൾ ഇതൊരു മാറ്റത്തിൻ്റെ ഒരു ഘട്ടമാണ്. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ വരുന്ന സമയത്താണ് ഇത്തരം സർവകലാശാലകൾ ഏത് കോഴ്സാണ് പഠിക്കേണ്ടത്, എന്തെല്ലാം കോഴ്സുകളിലേക്കാണ് പോകേണ്ടത്, ഇതൊക്കെ ഒരു തീരുമാനത്തിന് ഒരു ക്ലാരിറ്റിയും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ലീഡർഷിപ്പ് നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായിട്ട് വരും. അങ്ങനെ ഒരു വാക്കം ഉള്ള കാലാവസ്ഥയിലാണ് രാജീവ് ചന്ദ്രശേഖർ വരുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ബദലുമില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്, കോൺഗ്രസിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം കോൺഗ്രസിൻ്റെ അണികളെന്ന് ഇങ്ങനെ വളരെ മറ്റേപോലെ ഈ ഒരു ഇൻഡോക്ട്രിനേറ്റർ എന്ന് പറയും, ഒരു ചാലിലേക്ക് വീണുപോയ ആൾക്കാരല്ല, അതിലൂടെ ഒഴുകാനേ പറ്റുള്ളൂ. CPM-ന്റെ അണികൾക്ക് ആ ഒരു പ്രശ്നമില്ല, ഒരു ചാലിലൂടെ അവരും ഒഴുകി പൊക്കോളും. അതിനാണ് കൂടുതൽ. പക്ഷേ ഇപ്പം അതിനും ഇളക്കം വന്നിട്ടുണ്ട്, അത് വേറെ കാര്യം. ഒലഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒലഞ്ഞു തുടങ്ങിയതിൻ്റെയാണ് ഇപ്പം നമ്മൾ മറ്റേ ചില നാടകങ്ങളൊക്കെ നമ്മൾ കാണുന്ന സാധനം. ഇപ്പം രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഈ പ്രവർത്തന രീതി കേരളത്തിൻ്റെ മുക്കും മൂലയും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പഠിക്കുകയും ഈ ചിപ്പ് പഠിക്കുന്നത് പോലെ അതിൻ്റെ ഓരോ മുക്കും മൂലയിലും ഉള്ള ഡൈനാമിക്സ് പഠിക്കുന്നത് പോലെ ഇദ്ദേഹം പഠിക്കുകയും അതനുസരിച്ചുള്ള പദ്ധതികളുമായിരിക്കും. അദ്ദേഹം ഇപ്പോൾ ചുമതല ഏറ്റെടുത്തത് ഇപ്പോൾ 1 മാസം കഷ്ടിച്ചാകാൻ പോകുന്നേ ഉള്ളൂ. അതെ. പക്ഷെ അതുകൊണ്ട് അതിനിടയ്ക്ക് തന്നെ അദ്ദേഹത്തിന്റെ പ്രസൻസ് ഉറപ്പിച്ചു. തീർച്ചയായിട്ടും ഉറപ്പിച്ചു. അല്ലേ? നമ്മൾ നേരത്തെ നോക്കിയിരുന്നു, സംഘബന്ധമില്ല, ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പാർട്ടി പ്രവർത്തകരെ അറിയില്ല, ഇങ്ങനെ ഒരുപാട് പരാധീനതകളുടെ ഒരു കുരുക്കിൽ പെട്ടുപോകുമെന്ന് കരുതിയിരുന്നെങ്കിൽ അങ്ങനെയല്ല. വളരെ പെട്ടെന്ന് സ്വീകാര്യനായി അദ്ദേഹത്തിന്റെ പൊസിഷൻ ഉറപ്പിച്ചു. അദ്ദേഹത്തിന്റെ പ്ലസ് പോയിന്റായിട്ട് അത് മാറ്റിയെടുക്കുക ചെയ്യുന്നു. കാര്യം പുള്ളിയുടെ ഒരു ശബ്ദങ്ങളെല്ലാം വളരെ പുതുമയുള്ള ശബ്ദമാണ്. അപ്പോൾ പുതിയത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു അപ്രോച്ച് എന്ന് പറയുന്ന സാധനം. ഏതായാലും കേരളത്തിൽ BJPക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി BJP-യാണ്. അതിൻ്റെ വേഗത്തിനും പ്രവേഗത്തിന് ആക്കം കൂട്ടാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയും. അത് തീർച്ചയായിട്ടും കഴിയും. അതുകൊണ്ട് തന്നെയാണല്ലോ കേന്ദ്രത്തെ അദ്ദേഹത്തിനെ ഇങ്ങോട്ട് അയച്ചതും. എനിക്ക് ദക്ഷിണേന്ത്യയിൽ ആകെ ഈ ഒരു പരീക്ഷണം നടത്താൻ പോവാണെന്ന് തോന്നുന്നു. അതാണ് തമിഴ്നാട്ടിൽ കണ്ടത്. അല്ല, BJPയുടെ കേന്ദ്ര നേതൃത്വം വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് അവർ ദക്ഷിണേന്ത്യ ഫോക്കസ് ചെയ്യും. ഇപ്പോൾ കർണാടകത്തിൽ അവർക്ക് അധികാരത്തിൽ ഇരുന്ന ഒരു സംസ്ഥാനം അധികാരത്തിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്ന BJP
ഇനി കേരളവും തമിഴ്നാടുമാണ് അവർക്ക് കീറാമുട്ടിയായിട്ട് ആന്ധ്ര ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. റെഡിയായിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് വളരെ വ്യക്തമായിട്ട്, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, അണ്ണാദുരയെ മാറ്റിയിട്ട് അണ്ണാമലയെ മാറ്റിയിട്ട് ഈ നയനാർ നാഗേന്ദ്രനെ കൊണ്ടുവന്ന ആ രീതി ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ ഒരു സഖ്യത്തിനെ അവർ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, അതിനകത്ത് ഈ നയനാർക്ക് അണ്ണാമലയിൽ വന്നതിൽ ചില വിഷമം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചെറിയ പൊട്ടലും ചെല്ലിലൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ പോലും ഒരു പഴയ DMK മാനാണ്. DMK എന്ന് പറയുന്ന ഘടകകക്ഷിയുടെ എല്ലാ ഉള്ളുകള്ളികളും അറിയാവുന്ന ഒരാളാണ് BJP അധ്യക്ഷൻ. പഴയ പോലെ BJPയോട് കയറി അങ്ങ് മേയാനൊന്നും പറ്റില്ല. വേണ്ടി വന്നാൽ AIADMKയ്ക്ക് അകത്തും ചില സ്വാധീനങ്ങൾ ഉയർത്താൻ BJPയുടെ അധ്യക്ഷന് കഴിയും. അതായത് അത് തന്നെയാണ് വളരെ വിശാലമായ തലത്തിലുള്ളൊരു പരീക്ഷണമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ അടുത്ത പ്രാവശ്യം ഭരണം പിടിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. അവർ ആ ഒരു ടാർഗറ്റിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം സാധിച്ചില്ലെങ്കിൽ പോലും അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. ആ രീതിയിലാണ് പോകുന്നത്. പക്ഷേ എങ്കിലും അവർ നോക്കുകയാണ്. ഇപ്പോൾ ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അണ്ണാമലയെ മാറ്റി അണ്ണാമല ദേശീയ തലത്തിലൊരു നല്ല ഉത്തരവാദിത്വം കൊടുക്കും. അപ്പോൾ അതോടുകൂടി തമിഴ് എന്നുള്ളൊരു സംഗതിക്ക് കിട്ടുന്ന ഒരു പൊതുവെ ഒരു അംഗീകാരത്തിൻ്റെ അംശം വരും. അതും തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായ, തമിഴ്നാട്ടിൽ നന്നായി ഇടപെടാൻ കഴിയുന്ന അപ്പോൾ തമിഴിൻ്റെ ഒരു ദേശീയ പ്രാധാന്യത്തിലേക്ക് വരുന്നൊരു സംഗതി. ഇപ്പം നമുക്കിപ്പം നിർമ്മലാ സീതാരാമൻ അത് ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് കേന്ദ്രത്തിലേക്ക് പോയ വ്യക്തിയല്ല നിർമ്മലാ സീതാരാമൻ. പക്ഷെ അണ്ണാമല അതല്ല. അണ്ണാമല തമിഴ്നാട്ടിൽ ഇളക്കിയിട്ടിട്ടാണ് പോയി. തമിഴ്നാട്ടിൽ ഇളക്കിയെന്ന് പറഞ്ഞാൽ BJP അധ്യക്ഷനായതിനു ശേഷം ആഫീസിൽ ഇരുന്നിട്ടില്ല. എന്നും പദയാത്രകളും ഇളക്കി വിറച്ചിട്ടിട്ട് പോയിരിക്കുകയാണ്. അപ്പൊ ഇനി അവിടെ വന്നിട്ട് വിത്തെറിഞ്ഞാൽ മതി സാർ. അപ്പൊ ആ വിത്തറിയിലാണ് ഇപ്പൊ അമിത്ഷായുടെ നേതൃത്വത്തിലൂടെ നടത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് BJP വളരെ ആസൂത്രിതമായ രീതിയിലാണ് ഈ ദക്ഷിണേന്ത്യ പിടിക്കാനായിട്ടുള്ള കേരളവും തമിഴ്നാടും ശ്രദ്ധിക്കുന്നുള്ളതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ സ്വാധീനവും അല്ല വരവും നയനാർ നാഗേന്ദ്രൻ. എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വിലയിരുത്തലാണ് നമ്മൾ നടത്തിയത്. രാജീവ് ചന്ദ്രശേഖരന് നമുക്ക് എല്ലാ ഭാവങ്ങളും തരാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.